ആ ഡാൻസിൽ ഇങ്ങോട്ടൊരു വരവ് വന്നില്ല. ഞാൻ കരുതി ഈ പെമ്പിള്ളേരെല്ലാം കൂടെ അമേരിക്കയുടെ ഫ്ലാഗ് എടുത്ത് പറത്തിക്കൊണ്ട് വരുന്നതാണ്. അമ്മാതിരി എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, അത് അമേരിക്കയിൽ നിന്നുള്ളൊരു വരവാണല്ലോ. വരവാണ്. ഇപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ പ്രമുഖ താരങ്ങളുമായിട്ടൊക്കെ, പ്രത്യേകിച്ച് ഡയറക്ടർ ഇപ്പൊ സിദ്ദിഖ് ലാൽ, ആ ടീമിനോടൊപ്പം ഒക്കെ ഇപ്പൊ അമേരിക്കൻ പര്യടനം എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ഒരു ക്ഷീണവും ഇല്ല. എങ്ങനെയുണ്ട് അമേരിക്കയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉള്ള ആ വ്യത്യാസം? വളരെ നല്ല രസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്നൊരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ഈ സുരാജ് ഭായി അത്യാവശ്യം ശാരീരികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും സൗന്ദര്യപരമായിട്ടൊക്കെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നന്നായിട്ട് വളർന്നു പറഞ്ഞു. അമേരിക്ക. അപ്പൊ ഇന്ത്യ, ഞാൻ ഇന്ത്യ വളർച്ച പുരട്ടിച്ച് ഒരുമാതിരി കോഞ്ഞാട്ടമായിട്ട്. പറയട്ടെ, ഞാനിവിടെ വന്നപ്പോ തന്നെ ശരിക്കും ഇന്നലെ മെനിങ്ങാന്നല്ലേ വന്നത്. വന്ന ഉടനെ തന്നെ ഞാന് സിദ്ദിഖ് ലാൽ സാറിനെ വിളിച്ചു, പിന്നെ ലാൽ സാറിനെ വിളിച്ചു, പിന്നെ ബിജു ചേട്ടനെ വിളിച്ചു. അവരൊക്കെ വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, അയ്യോ സുരാജെ പിന്നെ സംസാരിക്കാൻ സുരാജ, കാര്യം നല്ല ഉറക്കക്ഷീണം, ഭയങ്കര ടയേർഡാണ്, വന്നല്ലേ ഉള്ളൂ, ഇനി ഒരു 5-6 ദിവസം ജെറ്റ് ലാഗ് ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, ഇപ്പോഴും ഇരിക്കുന്ന മമ്മൂക്കയെ പോലെ നാല കൊച്ചു ചുള്ളം പയ്യനെ പോലെ ഇരിക്കുക. ദുൽഖർ സൽമാൻ, മമ്മൂക്ക, അതുപോലെയൊക്കെ. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം ഒരു ക്ഷീണം ഇല്ലാത്തത്? അവർക്കൊക്കെ ഉറക്കക്ഷീണമാണ്. കാരണം ഈ അമേരിക്കൻ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അവരെല്ലാം ഭയപ്പെട്ടിരുന്നത് ഈ ബസ് യാത്രയാണ്. ഏതാണ്ട് 20,000 മൈൽ, 20,000 മൈലോളം ഞങ്ങൾ ബസ്സിൽ സഞ്ചരിക്കും. ഒരു പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത പ്രോഗ്രാം സ്ഥലത്തേക്ക് അതായത് ഒരു 40-45 ദിവസം ആകെ കണക്ക് കൂട്ടുമ്പോൾ. അപ്പൊ ഈ ബസ്സിലാണല്ലോ യാത്ര. അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് ഉറക്കമില്ല, ശരിക്ക് കിടക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നിരുന്നും അങ്ങനെയൊക്കെ അങ്ങ് വിഷമിച്ച് അവരിരുന്ന്, അങ്ങനെയാണ് അവർക്ക് ക്ഷീണം ഉണ്ടായത്. എനിക്ക് ക്ഷീണം ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസിന്റെ സീറ്റ് നമുക്ക് ഡബിൾ കോട്ട് ബെഡാണ്. അങ്ങനെ അതുകൊണ്ടാ ഒരു ക്ഷീണമില്ല. പിന്നെ ഞാനൊരു തലാണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഈ ബീച്ചേട്ടനും അതുപോലെ ലാൽ സാറും ഒക്കെ വന്നിട്ട് അസൂയോടെ ഇവന്റെ യോഗം അവിടെയൊക്കെ അവര് തലകുനിച്ചു. അതും എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. അപ്പൊ ചേട്ടാ, ഒരു ഗംഭീര യാത്രയൊക്കെ കഴിഞ്ഞാ വന്നിരിക്കുന്നത്. അപ്പൊ യാത്രയിൽ ഈ ഉറക്കം മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും രസമുള്ള വിശേഷങ്ങൾ ഉണ്ടായിരിക്കല്ലോ, അതുകൂടി പറയോ? വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തവണത്തെ അമേരിക്കൻ പ്രോഗ്രാമില് എന്നെ സർപ്രൈസ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. കാരണം ഞാനുണ്ട് എന്ന് ഷോക്കാർഡിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒന്നും അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്നെ ഒളിച്ചു വെച്ചിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. ആ ഇൻട്രൊഡക്ഷൻ ഒരു വളരെ പ്രത്യേകത രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നപ്പം നമ്മുടെ അമേരിക്കൻ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകിയ ആ വലിയ ഗംഭീരമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു അതില് ഞാൻ ഇങ്ങനെ ഇരുന്നതിൽ വിഷയമില്ലല്ലോ. ഇല്ല, ഞാൻ എണീറ്റിരിക്കണോ? അല്ല, ഐ ലവ് യു. അല്ല, എനിക്ക് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ല, എനിക്ക് സാധാരണ ഇങ്ങനെ നോക്കി ശീലമായതുകൊണ്ട് എനിക്ക് ഈ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു പോയ എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ളത് അവിടെ പബ്ലിസിറ്റി ആക്കി. പക്ഷെ നിങ്ങളുടെ മാത്രം പബ്ലിസിറ്റി ആക്കിയില്ല. അതിന്റെ ഒരു കൗതുകവും ഒരു ജിജ്ഞാസ എല്ലാം കൂടെ ഉണ്ട്. അതെന്തായാലും സാർ അത് മനഃപൂർവ്വം അങ്ങനെ, അതൊരു വലിയൊരു ഐഡിയ ആണ്. കാരണം അതിന് നന്ദി പറയേണ്ടത് സിദ്ദിഖ് ലാൽ സാറിനോടാണ്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ഷോയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞാനുണ്ട് എന്ന് അറിയിക്കാതെ ചെന്നാൽ എന്തായിരിക്കും, ഒരു ചെറിയൊരു ടെൻഷൻ നമ്മളിലുണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷൻ എല്ലാം വലിയൊരു വിജയമാണ്. അതിൽ അവരുടെ ഒരു 100%. അത് മാത്രമല്ല, നമ്മുടെ ആ ഷോയുടെ സ്പോൺസർ ഷാജി ഏട്ടൻ, ഷിബു ചേട്ടൻ, ദീപു, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ കുറച്ച് സ്പോൺസർമാരുണ്ട്. അവരുടെ ഒരു വലിയ സപ്പോർട്ട്, അതൊരു വലിയ ടീം തന്നെയായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. ചില ആൾക്കാർ, ചില ആർട്ടിസ്റ്റുകളൊക്കെ പോയിട്ട് പറയുന്ന കേൾക്കും, വളരെ ബുദ്ധിമുട്ടായിരുന്നു, സ്പോൺസർ അവസാനം ക്യാഷുമായിട്ട് മുങ്ങി, അങ്ങനെ പറയുന്ന ആൾക്കാർ. അങ്ങനെയുണ്ട്. സ്പോൺസർ എന്നെ വിൽക്കാൻ വെച്ച ചരിത്രം വരെയുണ്ട്.